അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി. അന്ന് ഷമ്മാസ് പോയി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എൻ്റെ പൊന്നുമ്മ, ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മ അടുത്ത ആഴ്ച എന്തായാലും പോയിക്കൊണ്ട്, ഈ ആഴ്ച ഞാൻ എന്തായാലും എൻ്റെ പൊന്നുമോനെ ആയിക്കോട്ടെ, ഞാനും നുസി ഇവിടുന്ന് കേട്ടോളൂ അല്ലേ നുസിയെ. എന്നാൽ പെട്ടെന്ന് സമീർ പറഞ്ഞു, ഉമ്മ. എന്താ മോളെ? ഉമ്മ, ഉമ്മ പോയിക്കോളി ക്ലാസ്സിന്, ഞാൻ നുസിൻ്റെ അടുത്ത് നിന്നോളാം, ഞാൻ നുസിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് കേട്ടോളാം, ഉമ്മ പോയിക്കോളി. പൊന്നു മോനെ, ഇവള് പറയണ കേട്ടോ മോനെ, ഷാമോനെ. ആ ഉമ്മ, ആ ഇവള് സെമി പറയണ കേട്ടോ. സത്യം പറഞ്ഞാൽ ആ സദസ്സിൽ ഇരിക്കാൻ എനിക്ക് വളരെയധികം കൊതിയാണ് പൊന്നു മോനെ, ഞാൻ അതിനു വേണ്ടി ആഗ്രഹിച്ചതുമായിരുന്നു. മോളെ സെമി, മോള് പോയിക്കോ, മോളല്ലേ അതിന്. അല്ലുമ്മ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഉമ്മ പോയിക്കോളി, എനിക്കൊരു വിഷമമില്ല, എവിടെ നിന്നാലും ക്ലാസ് കേട്ടാൽ പോരെ. അല്ല മോളെ, മോൾ ആഗ്രഹിച്ചതല്ലേ. എന്നാൽ സമീർ പറഞ്ഞു, എൻ്റെ ഉമ്മ, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഉമ്മയും ഷാമോനും പോയിക്കോളി, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒരു വിഷമമില്ല. ആണോ? സത്യം പറഞ്ഞാൽ ഐഷുമ്മക്ക് വലിയൊരു നിധി കിട്ടിയ സന്തോഷമായിരുന്നു അത്. മോളെ സെമി, നിൻ്റെ ചാൻസ്. എന്നാൽ നുസൈബ് പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ പോയിക്കോളി, എനിക്ക് ഒരു വിഷമമില്ല. എന്താ എൻ്റെ കാര്യത്തിൽ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാൻ? 40,000 കുട്ടിനോട് കുട്ടിയുള്ള ഉമ്മ എന്താ ഇത്രമാത്രം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, എനിക്ക് ഒരു പേടിയില്ല, നിങ്ങൾ പോയിക്കോളി. എന്നാൽ സമീർ പറഞ്ഞു, വേണ്ട, ഞാൻ പോയിക്കോളാം, ഇന്ന് ഐഷുവിനെയും വിടണ്ട, ഐഷും ഇവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ ആ തണുപ്പും മഞ്ഞൊക്കെ കൊണ്ടിട്ട് അവൾക്ക്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, എന്നായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ നിന്നോളി, കുട്ടീനെ ഇപ്പം തന്നെ രാത്രി കൊണ്ടേക്കാണ്ട് മഞ്ഞൊന്നും കൊള്ളിച്ചും വേണ്ട. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരതാ പോകുന്നു. സമീറയും നുസൈബയും ലൈവ് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, ഫസീലയുടെ വീട്ടിൽ ഫസീലയും. എന്നാൽ ഈ സമയം ഫസീല ഉമ്മയോട് പറയുന്നു, ഉമ്മ, എനിക്കിപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനും പോട്ടെ ഉമ്മ ക്ലാസ്സിന്. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് പോകാൻ കഴിയുമോ? ആ ഉമ്മ, ഇപ്പം എനിക്ക് ആരോഗ്യപരമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഫസീല അതാ നന്നായിട്ടുണ്ട്, ഉമ്മയെയും ഉപ്പയെയും ഒക്കെ അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാ ഇഷ്ടത്തിനും അവൾ നിന്ന് കൊടുക്കുന്നുണ്ട്. പഴയ ആളെയല്ല ഫസീല, തികച്ചും മാറിപ്പോയി. അതെ, അവൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. തലേ ദിവസം കേട്ട ആ പെണ്ണിൻ്റെ കഥ കേട്ടതിന് ശേഷം എപ്പോഴും ഫസീലയുടെ നാവിലും ദിക്റാണ്, അതെ സ്വലാത്താണ്. ഫൈസി ഉസ്താദിൻ്റെ ആ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം, അതെ ഷെറീന എന്ന വേശ്യപ്പെണ്ണ നന്നായി മരണപ്പെട്ടപ്പോൾ ആ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു സുഗന്ധം, മുഖത്തിൻ്റെ ആ ഒരു പ്രകാശം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഫസീലക്കും തോന്നുകയാണ്, റബ്ബേ എന്നെയും നീ നന്നാക്കണേ അല്ല, ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ്, ദോഷിയാണല്ല, എനിക്കു നീ സന്മാർഗം കാണിച്ചു തരണേ അല്ല. അങ്ങനെയാണ് ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ്. അല്ലെങ്കിലും ആ ഉസ്താദിൻ്റെ ഒരൊറ്റ ക്ലാസ് കേട്ടതിന് ശേഷമാണ് ഫസീലക്ക് കുറ്റബോധം തോന്നിയതും അവൾക്ക് അതിനുശേഷം ടെൻഷൻ കൊണ്ട് അസുഖം ബാധിച്ചതും അങ്ങനെ മെഡിക്കൽ കോളേജ്, അങ്ങനെ ഐഷുമ്മ കണ്ടതും എല്ലാം ഒരു വഴിത്തിരിവായത് ഉസ്താദിൻ്റെ ആ ഒരൊറ്റ ക്ലാസ് കൊണ്ടായിരുന്നു. എന്നാൽ ഉസ്താദ് ക്ലാസ് തുടങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അന്നും ക്ലാസ് ആരംഭിച്ചു. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അതാ പ്രസംഗിച്ചു. എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉപ്പമാരെ, എൻ്റെ ജ്യേഷ്ഠനിയന്മാരെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നല്ലൊരു കഥയാണ്. കഥയെന്ന് വെച്ചാൽ ബനു ഇസ്രായേലിൻ്റെ കാലത്ത് ഉണ്ടായൊരു കഥ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥ. അതെ, ഈ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലൊരു മാറ്റം ഉണ്ടാകണം കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഉണ്ടായിരിക്കണം. അതെ, എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് പലർക്കും മാറ്റമുണ്ടായതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങളും
ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ട് ഉസ്താദ് ചോദിക്കുന്നു. അതെ ഉസ്താദെ, ഉണ്ടാകും. സദസ്സ് ഒന്നടങ്കം പറയുകയാണ്. ഉസ്താദ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതനുസരിക്കാൻ തയ്യാറാണ് ഉസ്താദേ. അതെ, ഇത് കേട്ട് ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ റബ്ബേ, എൻ്റെ സെമീറാനെ കെട്ടാൻ പോകുന്ന ഭർത്താവിൻ്റെ ഒരു സന്തോഷം, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ കണ്ടില്ലേ റബ്ബേ. പഠിച്ചോനെ, ഇത്രയധികം മതപ്രഭാഷണം ചെയ്യുന്ന ഒരു ഉസ്താദിനെയാണല്ലോ അവൾക്ക് കിട്ടുന്നത്. മാഷാ അല്ലാ, നീ കനിഞ്ഞരുളതി തന്നെയാണ് റബ്ബേ. അതെ, അത്രക്കും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഉസ്താദിനെ കിട്ടിയപ്പോൾ ഐഷമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. എന്നാൽ ഈ സമയം ഷമ്മാസും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഷമ്മാസ് അദ്ദേഹത്തെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഉസ്താദ്, അദ്ദേഹത്തിന് ഇത്രമാത്രം സംസാരിക്കാൻ കഴിയുമെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, നല്ലൊരു ഉസ്താദിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാ, പ്രിയമുള്ളവരെ, നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ അല്ലേ എല്ലാവരും? എല്ലാവരും ഉഷാറില്ലാതിരിക്കുന്നത്? ഉസ്താദ് പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ ഉസ്താദെ, നിങ്ങൾ തുടങ്ങിക്കോളി. പലയിടത്തു നിന്നായി ശബ്ദമുയരുന്നു. ആയിക്കോട്ടെ, മാഷാ അല്ലാ, എൻ്റെ സദസ്സിലുള്ളവർ ഉഷാറാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ദിനം പ്രതി നമ്മുടെ സദസ്സിലേക്ക് ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ദിനം പ്രതി ഇരിക്കാൻ സ്ഥലമല്ലല്ലേ പലർക്കും. അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അവിടെ ഇവിടേക്ക് ആയിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വേറെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അതെ, സദസ്സ് നിറഞ്ഞു കവിഞ്ഞു. റഹ്മാനെ, അള്ളാഹുവെ, നിൻ്റെ ദീൻ പഠിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയധികം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. റഹ്മാനെ, അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. ഉസ്താദ് എല്ലാവർക്കുമായി ദുആ ചെയ്തു. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ, സഹോദരന്മാർ, മക്കൾ, സഹോദരികൾ, അതെ, എല്ലാവർക്കും നീ അവരുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്ക് റഹ്മാനെ. ആമീൻ. അല്ലാഹ് യാ റബ്ബൽ ആലമീൻ. ഒരു നിമിഷം ഉസ്താദ് കണ്ണുകൾ തുടച്ചു. അതെ, എൻ്റെ ഐഷുവിൻ്റെ ഉമ്മച്ചി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഉസ്താദേ, കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, നിങ്ങൾ തുടങ്ങിക്കോളി ഉസ്താദേ, മറ്റൊന്നും ചിന്തിക്കണ്ട. അതെ, അങ്ങനെയും ഓരോരുത്തർ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം? അതെ, നമ്മുടെ സഹോദരനും അത് കൊടുക്കണം അല്ലേ? എന്തൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി കഴിഞ്ഞാലും അത് നമ്മൾ ഷെയർ ചെയ്യണം. എന്തിനാണ് നമുക്ക് തരുന്നത്? അത് നമ്മൾക്ക് മാത്രം ഉപയോഗിക്കാനല്ല, ഇല്ലാത്ത സഹോദരന് കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ബനോ ഇസ്രായേലിൽപ്പെട്ട ഒരു കഥയാണ് കേട്ടോ. അവിടെ 3 ആളുകൾ താമസിച്ചിരുന്നു. പ്രിയമുള്ളവർ കേട്ടിട്ടുണ്ടാവും ഈ കഥ അല്ലേ? എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 3 പേര്. ഒരാൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അന്ധനായ ആള്. രണ്ടാമത്തെ ആള് വെള്ളപ്പാണ്ട് ബാധിച്ച ആള്. ഒരാള് കഷണ്ടിയായ ആളും. മൂന്നാമത്തെ ആള്. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തതിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മുടെ കഥ കേൾക്കുന്നവരിലും ഉണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗീയ കാഴ്ച കാണുവാനുള്ള ഭാഗ്യം നൽകട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ, ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരായിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പം നമുക്കിതിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ 3 പേരാണ് അവിടെ ഉള്ളത്. വേറെ ആളുകളുണ്ട്, പക്ഷേ 3 പേരുടെ കഥയാണ് പറയുന്നത്. ഒരുത്തൻ വെള്ളപ്പാണ്ട് ബാധിച്ച് ശരീരത്തും മുഖത്തും എല്ലായിടത്തുമായിട്ട് ആകപ്പാടെ പുള്ളികളും കുത്തുകളുമായിട്ട് ഒന്നിനും ഒരു മനുഷ്യർ പോലും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുന്നില്ല. വെള്ളപ്പാണ്ടാണ് അയാൾക്ക്. വെള്ളപ്പാണ്ടായതുകൊണ്ട് അയാളുടെ അടുത്ത് പോയാൽ പകരും എന്നുള്ള ആളുകൾ. മറ്റേ ആളാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, ഒരുത്തനാണെങ്കിൽ കഷണ്ടി. 3 പേര് വിഷമത്തിലാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇടയിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ ഇറക്കുകയാണ്. മലക്കിനെ ഇറക്കി കഴിഞ്ഞിട്ട് പറയാണ്, ആദ്യം നീ വെള്ളപ്പാണ്ടുള്ള ആളടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു മലക്കിനെ പറഞ്ഞയച്ചു. അങ്ങനെ മലക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ടോ. എന്താ സഹോദര നിങ്ങളെ വിഷമം?
നിങ്ങൾക്ക് എന്താണ് സഹോദരാ? എൻ്റെ ശരീരം നിങ്ങൾ കണ്ടില്ലേ? ആകപ്പാടെ വെള്ളപ്പാണ്ടാണ്. വെള്ളപ്പാണ്ട് കൊണ്ട് ഒരു കുട്ടി എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എല്ലാവരും വിട്ടൊഴിഞ്ഞു പോവുകയാണ്. വളരെയധികം വിഷമത്തിലാണ് ഞാൻ. ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. 3 പേരും ദരിദ്രരാണ് കേട്ടോ. ആർക്കും സമ്പത്തും ഒന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് എന്ത് ഞാൻ ചെയ്തു തരേണ്ടത്? ഒന്നുമല്ല, എനിക്ക് എൻ്റെ വെള്ളപ്പാണ്ടൊന്ന് മാറ്റി തന്നാൽ വളരെയധികം ഒരു ഉപകാരമായിരിക്കും. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടോ, മരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ നിമിഷം തന്നെ അദ്ദേഹം എങ്ങനെയൊക്കെയോ എന്തൊക്കെ ചെയ്തു അറിയില്ല, വെള്ളപ്പാണ്ട് പൂർണ്ണമായും സുഖമായ അവസ്ഥയായി. പിന്നെ എന്തെങ്ങൾക്ക് വേണ്ടി? എനിക്ക് നല്ല സ്കിന്ന് വേണം, നല്ല തൊലി വേണം, നല്ല നിറം വേണം, നല്ല ഭംഗിയുള്ള കളറും, എൻ്റെ ശരീരത്തിലെ വെള്ളപ്പാണ്ട് മുഴുവൻ പോവണം. അങ്ങനെ ആ മലക്ക് അതെല്ലാം സാധിപ്പിച്ചു കൊടുത്തു കേട്ടോ. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വെള്ളപ്പാണ്ട് പോയി, എല്ലാം പോയി. നല്ല ഭംഗിയുള്ള ശരീരത്തിനുടമയായി അദ്ദേഹം. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനി എനിക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗം എന്താണ് വേണ്ടത്? ഞാൻ ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്ത് പോകാനുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഒട്ടകത്തെ കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. കാരണം അവിടെ നിന്നൊക്കെ ആളുകളുള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഒട്ടകത്തെ തന്നിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് നല്ല ഉപകാരമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം അതാ ഒരു ഒട്ടകത്തെ കൊടുക്കുന്നു, ഗർഭിണിയായ ഒട്ടകം. സഹോദര, നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ ഒട്ടകവുമായി അയാൾ പുറപ്പെട്ടു. അതെ, ഒരുപാട് ദൂരം നടന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഒട്ടകപ്പുറത്ത് കയറി പുറപ്പെട്ടു. എന്നാൽ ഈ സമയം അതാ മറ്റേ ആളുടെ അരികിലേക്ക് മലക്ക് പോവുകയാണ്. അതെ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുടെ അരികിലേക്ക്. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളും വളരെയധികം ദരിദ്രനാണ്. വിശന്നിട്ട് വയ്യ, ഭക്ഷണം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ. അല്ലയോ സഹോദര, നിങ്ങളുടെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതിപ്പോൾ? എൻ്റെ കണ്ണിന് കാഴ്ച ഒന്ന് തരാൻ കഴിയുകയാണെങ്കിൽ വല്ലാത്തൊരു ഉപകാരമായിരുന്നു. ഓ, അങ്ങനല്ലേ? ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തിരിക്കുന്നു. അതെ, ശരിക്കും അയാൾ അത്ഭുതപ്പെട്ടു. റബ്ബേ, ഇത്രമാത്രം ഭംഗിയുള്ള സ്ഥലമായിരുന്നോ ഇത്? അയാൾ ശരിക്കും കാഴ്ച കിട്ടിയ സന്തോഷത്തിൽ ആണ്. എന്നാലും മലക്ക് ചോദിച്ചു, ഇനി എന്താ സുഹൃത്തെ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഇനിയൊരു പശുവിനെ തന്നാലും, എന്നാൽ അതുമായി എനിക്ക് ജീവിതമാർഗം കണ്ടെത്താലോ. അങ്ങനെ ഒരു ഗർഭിണിയായ പശുവിനെ അതാ കണ്ണ് കാണാത്ത അദ്ദേഹത്തിന് നൽകുന്നു. അദ്ദേഹം ആ പശുവുമായി പോയി. എന്നാൽ 3-ാമത്തെ ആളടുത്തേക്ക് മലക്ക് ചെന്നു. അദ്ദേഹം കഷണ്ടിക്കാരനായിരുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് രൂപത്തിൽ എന്തെങ്കിലും മാറ്റം? എൻ്റെ തലയിലെ കഷണ്ടി ഒന്ന് നിങ്ങൾ മാറ്റിത്തരുമോ? അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കഷണ്ടി ഒന്ന് മാറ്റി എനിക്ക് നല്ല മുടി തരാമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ കഷണ്ടിയെല്ലാം മാറി. അത് അദ്ദേഹത്തിന് മുടി വന്നിരിക്കുന്നു. അതെ, നല്ല മുടി, മനോഹരമായ മുടി. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് എൻ്റെ ജീവിതാവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരാടിനെ തന്നാലും. അങ്ങനെ അദ്ദേഹത്തിനും ഗർഭിണിയായ ഒരു ആടിനെ നൽകുന്നു. മലക്ക് തിരിച്ചു പോകുന്നു അള്ളാഹുവിൻ്റെ അരികിലേക്ക്. എന്നാൽ ഈ സമയം ആദ്യം കൊടുത്ത ഒട്ടകം, ഗർഭിണിയായ ഒട്ടകം പ്രസവിച്ചു. എന്നാൽ മലക്ക് കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, അള്ളാഹു നിങ്ങൾക്ക് ഇതിലൂടെ ബർക്കത്ത് ചെരിയട്ടെ. ആ ഒരു വാക്ക് 3 പേരോടും പറഞ്ഞിരുന്നു, അള്ളാഹു നിങ്ങൾക്കിതിൽ ബർക്കത്ത് ചെരിയട്ടെ. ആ നിമിഷം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഗർഭിണിയായ ഒട്ടകം പ്രസവിച്ചു. അതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ. വീണ്ടും ആ ഒട്ടകങ്ങൾ ഗർഭിണികളായി. അങ്ങനെ ഒരു താഴ്വര നിറയെ ഒട്ടകങ്ങളും ഒട്ടക കുഞ്ഞുങ്ങളും. അദ്ദേഹത്തിന് നല്ല സുഖം, വളരെയധികം സമ്പന്നനായ ആളായി മാറി. വെള്ളപ്പാണ്ടുള്ള ആൾ. ഇപ്പോൾ വെള്ളപ്പാണ്ടൊന്നുമില്ല, വളരെയധികം മനോഹരമായ ശരീരമായിട്ടുണ്ട്, വലിയ സമ്പന്നനും ആയിട്ടുണ്ട്. 2-ാമത്തെ ആൾക്കും അതേ അവസ്ഥ. കണ്ണ് കാണാത്ത ആളുടെ കണ്ണിൻ്റെ കാഴ്ച കിട്ടി. അദ്ദേഹത്തിൻ്റെ പശു പെറ്റുപെരുകി. ഗർഭിണിയായ പശുവിനെ നൽകിയത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നും പറഞ്ഞു. ഒരുപാട് പശു, ഇഷ്ടം പോലെ മക്കൾ. അങ്ങനെ താഴ്വര നിറയെ. ശരിക്കും അദ്ദേഹം വലിയ സമ്പന്നൻ.
മൂന്നാമത്തെ ആളുടെ അവസ്ഥ, ആടുകളെ പെറ്റുപെരുകി അദ്ദേഹവും വലിയ സമ്പന്നൻ. മൂന്നാളോടും പറഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഒരു വാക്കാണ് കേട്ടോ. അങ്ങനെ ബർക്കത്ത്, അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇട്ടേ നമ്മളെല്ലാവരും രക്ഷപ്പെടും. ബർക്കത്ത് വേണം, അതാണ് വേണ്ടത്. അങ്ങനെ 3 കൂട്ടരും നല്ല രീതിയിൽ അടിപൊളിയായി മാഷാ അള്ളാ ജീവിക്കുകയാണ്. നല്ല സമ്പന്നര്, ഇഷ്ടം പോലെ ആടുകൾ, ഒട്ടകങ്ങൾ, പശുക്കൾ, അങ്ങനെ പാലും, എങ്ങനെ നോക്കിയാലും ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയി. അവർക്ക് വലിയ സമ്പന്നരായി. ഇനിയാണ് നമ്മുടെ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. യഥാർത്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ വിളിക്കുന്നു. നീ അന്ന് ഞാൻ പറഞ്ഞയച്ച ആളുകളുടെ അരികിലേക്ക് നീ പോവുക. അതെ, മലക്ക് വീണ്ടും മനുഷ്യരൂപം പ്രാപിച്ചു. ആദ്യം പോയത് അതെ വെള്ളപ്പാണ്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അരികിലേക്ക്. അദ്ദേഹത്തെ കണ്ട മലക്ക് ശരിക്കും ഞെട്ടി. അതെ, അത്രയധികം വലിയ സമ്പന്നനായി മാറിയിരിക്കുന്നു, സുന്ദരനുമായിരിക്കുന്നു. എന്നാൽ ഒരു പാവപ്പെട്ടവൻ്റെ വേഷത്തിൽ ആണ് മലക്ക് ഇപ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത്, ദരിദ്രനായ ഒരാളായിട്ട്. നേരെ അത് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന്, അല്ലയോ, ഞാനൊരു പാവമാണ്, എനിക്ക് ഒന്നുമില്ല, ഭക്ഷിക്കാൻ വരെ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും നിങ്ങളൊന്ന് തരുമോ? നിങ്ങൾ വലിയ സമ്പന്നനല്ലേ? അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്തു തരാൻ, എനിക്ക് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്താനുണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് ഞാൻ തരുക എൻ്റെ സമ്പത്തിൽ നിന്നോ? ഓ, അത് നടക്കില്ല. അത് എനിക്ക് തന്നെ ഇഷ്ടം പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെ, ചില പണക്കാരോട് ചോദിക്കുമ്പോൾ അവരുടെ പ്രാരാബ്ദം തീരില്ലല്ലോ. അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനൊക്കെ ഉള്ളതാണ് ഈ പണം, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കുള്ളതല്ല. എന്നാലും ഒരു ഒട്ടകത്തിനെങ്കിലും തന്ന് എനിക്കെൻ്റെ ദാരിദ്ര്യം മാറ്റാൻ. നോ നോ നോ, പോയിക്കോ, അയാളെ വേഗം പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളുകളോട് കൽപ്പിക്കുമ്പോൾ ആ നിമിഷം ആ മലക്ക് പറഞ്ഞു, അല്ലയോ സുഹൃത്തേ, നിങ്ങളൊരു കാലത്ത് വെള്ളപ്പാണ്ട് ബാധിച്ച് ഒരു ദരിദ്രനായ ആളായിരുന്നില്ലേ? പിന്നെയല്ലേ നിങ്ങൾ സമ്പന്നനായത്? ആര് പറഞ്ഞു? നോ, ഒരിക്കലുമല്ല. ഞാൻ ആദ്യമേ എൻ്റെ കാരണവന്മാരായി കിട്ടിയ സ്വത്താണിത്. എൻ്റെ ബാപ്പാൻ്റെ ബാപ്പയൊക്കെ ഉള്ള കാലത്തെ ഉള്ള സ്വത്താണത്. അല്ലാതെ ഒരിക്കലും ഞാൻ ദരിദ്രനേ അല്ല. ആര് പറഞ്ഞു ദരിദ്രനെന്ന്? ഒരിക്കലും അല്ല, അങ്ങനെയല്ല. അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ മലക്ക് പിന്നീട് പോയത് കഷണ്ടിക്കാരനായ ആളുടെ അരികിലേക്കായിരുന്നു. അദ്ദേഹവും തന്നെ വലിയ സമ്പന്നനായി മാറിയിട്ടുണ്ട്. ഞാനൊരു ദരിദ്രനായ ആളാണ്, എനിക്ക് ഒന്നുമില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ല. നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ളൊരു കിട്ടുമായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത്, എനിക്കെൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ സമ്പത്തുണ്ട്, താഴ്വര നിറയെ ആടുകളും പശുക്കളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റില്ല, എനിക്ക് തരാൻ മനസ്സില്ല. നിങ്ങൾ പഴയ കാലത്ത് ദരിദ്രനായിരുന്നല്ലോ എന്ന് മലക്ക് ചോദിച്ചപ്പോൾ, ഒരിക്കലുമല്ല, ഞാൻ ആദ്യം സമ്പന്നനായിരുന്നു. അതെ, അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നീട് അദ്ദേഹം പോയത് ആ ഒരു കണ്ണ് കാണാത്ത ആളുടെ അരികിലേക്കായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളിൻ്റെ അരികിൽ വളരെയധികം ദയനീയമായി അദ്ദേഹം പറയുന്നു, ഞാനൊരു പാവപ്പെട്ട ദരിദ്രനായ ആളാണ്, ദാരിദ്ര്യം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് തരുകയാണെങ്കിൽ എനിക്കും ജീവിക്കാമായിരുന്നു. എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മനുഷ്യൻ ഇപ്പോൾ കണ്ണിനെല്ലാം കാഴ്ച വന്ന് നല്ല ആയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സുഹൃത്തേ, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വേണ്ട എന്തും ഞാൻ തരാം. അദ്ദേഹത്തിനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ താഴ്വര നിറയെ ആടുകളാണ്, ഇഷ്ടം പോലെ ആടുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു കൊണ്ടുപോയിക്കോളൂ. അതിലൊരു കയ്യും കണക്കും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എത്ര വേണം അതെടുത്ത് കൊണ്ടുപോയിക്കോളൂ. ഇതെനിക്ക് അള്ളാഹു നൽകിയതാണ്. അതെ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. എനിക്കൊരിക്കൽ ഒരു മനുഷ്യൻ എനിക്കൊരു ആടിനെ സമ്മാനിച്ചതായിരുന്നു. അതിനുശേഷം ഞാൻ വലിയ സമ്പന്നനായി. ഇപ്പോൾ ആടുകളായിട്ടും പശുക്കളായിട്ടും ഒട്ടകങ്ങളൊക്കെ ഇഷ്ടം പോലെ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് അള്ളാഹു നൽകിയതാണ്. ഏത് നിമിഷവും അവന് തിരിച്ചെടുക്കാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് സ്വതക്ക ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമല്ലേ? അതും പാവപ്പെട്ടവർക്ക് വേണ്ടി. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, അള്ളാഹുവിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ അതാ മലക്ക് തിരിച്ചു പുറപ്പെട്ടു. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല ആള് അതാ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മനുഷ്യനായി മാറിയിരിക്കുന്നു എന്ന് അള്ളാഹു അവിടെ അദ്ദേഹത്തിന് മാർക്ക് കൊടുത്തു. എന്നാൽ മറ്റ് രണ്ടാളുകൾക്കും പഴയ രീതിയിൽ ദാരിദ്ര്യം വന്നു തുടങ്ങി. അവർ പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങി തുടങ്ങി. അവരുടെ എല്ലാ സമ്പത്തും ഇല്ലാതായി മാറി. എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുടേത് മാത്രം വളരെയധികം ഉഷാറായി പിന്നെയും വന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എങ്ങനെയുണ്ട്? എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? നമുക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നമ്മൾ ദാനം ചെയ്യണം. നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും കൈ നീട്ടി വരികയാണെങ്കിൽ അവരൊരിക്കലും തിരികെ പറഞ്ഞയക്കരുത്. ഒന്നും കൊടുക്കാനില്ലെങ്കിലും നല്ലൊരു വാക്ക് പറയുക. അല്ലാതെ ഇവിടെല്ല, അങ്ങനെയല്ല, തരാൻ പറ്റില്ല, അങ്ങനെയല്ല. ഒന്നും നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ പറയണം, പ്രിയപ്പെട്ട സഹോദര, എൻ്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ തരുമായിരുന്നു. അതെ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണം, അല്ലാതെ ആട്ടി വിടരുത് എന്നാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലേ? അതുകൊണ്ട് മക്കളെ, സമ്പത്ത് അള്ളാഹു നൽകുന്നതാണ്. ഏത് നിമിഷവും അത് അള്ളാഹു എടുത്തു കളയും. ഉള്ളതിൽ നിന്ന് നമ്മൾ ദാനം ചെയ്യുക. തീർച്ചയായും അത് ചെയ്തിരിക്കണം. അത് കടമയാണ്. അത് അള്ളാഹു നമുക്കെന്തിനാ തരുന്നത്? പടച്ച റബ്ബ് തരുന്നത് അത് നമ്മളെ പരീക്ഷിക്കാനാണ്. ആർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു നോക്കും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ആയിക്കോട്ടെ, വലിയൊരു ബിസിനസ് ചെയ്ത് ഒരുപാട് സ്വത്തും മുതലും സമ്പത്തും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ആ ബിസിനസ് വിജയിച്ചതും നമുക്കതിന് തോന്നിയതും ഒക്കെ. അപ്പോൾ പടച്ചവൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കണം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിട്ട് നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പടച്ചവന് സമ്പത്ത് നൽകുന്നത്. ഒരു നിമിഷം ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഷമ്മാസിൻ്റെയും. ഐഷമ്മയുടെ മനസ്സിൽ, റബ്ബേ, ഞാൻ ഇനിയും കൊടുക്കാൻ തയ്യാറാണ് റഹ്മാനെ. പാവപ്പെട്ടവർക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അള്ളാഹു എനിക്ക് നൽകിയതല്ലേ. ഷമ്മാസും ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, അതെ, എത്ര നല്ലൊരു വാക്കുകളാണ് ഉസ്താദ് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ഇത്. ശരിക്കും പറഞ്ഞാൽ ആ സദസ്സിലുള്ളവർ ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ്, റഹ്മാനെ, ഞാൻ എന്ത് ദാനം ചെയ്യും? ഞാൻ പാവങ്ങൾക്ക് എന്ത് കൊടുക്കും? ഞാൻ എടുത്തു വെച്ച സ്വർണങ്ങൾ, എടുത്തു വെച്ച പൈസകൾ, അത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ലല്ലോ. അത് പാവങ്ങൾക്ക് കൊടുത്ത് നമ്മുടെ ആ ബാധ്യത ഒഴിവാക്കുക തന്നെ വേണം. മറ്റേത് നമുക്ക് നല്ലതല്ല, അത് നമ്മുടെ നജസാണ്. അതെ, നമ്മൾ ഒരിക്കൽ പോലും കണക്കിലേറെ ഒന്നും എടുത്തു വെക്കരുത്. നമ്മുടെ പാവങ്ങൾക്ക് കൊടുക്കണം. കണ്ടില്ലേ 3 പേരുടെ കഥ? അതിലെന്ത് ഉണ്ടായത്? എന്താ പഠിച്ചത്? ഒന്നുമില്ലാത്തതിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു അവർക്ക് കൊടുത്തു. കൊടുത്തതിൽ നിന്ന് അള്ളാഹു ചോദിച്ചു, കുറച്ച് ദരിദ്രനായ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് കുറച്ച് തരുമോ? വിശന്നിട്ടാണ്, എൻ്റെ ജീവിതമാർഗത്തിനാണ്. പക്ഷെ കൊടുത്തില്ല. ആ നിമിഷം അള്ളാഹു എന്ത് ചെയ്തു? അതൊക്കെ എടുത്തു കളഞ്ഞു. എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ, അള്ളാഹുവാണ് എനിക്ക് നൽകിയത്, അള്ളാഹു നൽകിയതായതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം രക്ഷപ്പെട്ടു. അത് നിങ്ങൾ കൊടുക്കൂ, ഞാൻ നിങ്ങൾക്ക് കുറേ തരാം. എത്രമാത്രം നമ്മുടെ സമ്പത്ത് എത്രമാത്രം ഇല്ലാതായി പോവും, അത്രമാത്രം കൊടുത്താലും അള്ളാഹു നമുക്ക് അത് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ചിന്തിക്കണം. അതെ, നമ്മുടെ അരികിൽ പാവപ്പെട്ടവരുണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ നമ്മൾ സഹായിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നമ്മളിൽ നോട്ടമുണ്ടാവുകയുള്ളൂ. അല്ലാഞ്ഞാൽ പടച്ചോൻ്റെ ആ ഒരു സംതൃപ്തി ഇല്ലാഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ടിപ്പോൾ എന്താ? അതൊക്കെ ഏത് നിമിഷവും എന്തും ആയിപ്പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. പടച്ച റബ്ബ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ പൊറുക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക്
എനിക്ക് വളരെയധികം സംതൃപ്തിയേകിയ ഓരോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ വന്നതിന് ശേഷം. അതിൽ ഞാൻ വല്ലാതെ ശുക്ർ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള സർപ്രൈസുകൾ എനിക്ക് തന്ന് നെട്ടിച്ചുകൊണ്ട്. ശരിക്കും റഹ്മാനെ, പഠിച്ചോൻ അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. ഈ സദസ്സിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തരുന്ന ഓരോ നാണയത്തുട്ടുകളാണെങ്കിലും ഓരോ നോട്ടുകളാണെങ്കിലും അതെല്ലാം നമുക്ക് പള്ളിക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാം. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ക്ലാസ് ഇതുവരെ ശ്രവിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് പടച്ച റബ്ബിനോടും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി ക്ലാസ്സൊക്കെ തുടരണം. എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും നന്നാവണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ ഈ വിനീതൻ്റെ വിവാഹം അത് അടുത്തടുത്ത് വരികയാണ്. ഇൻഷാ അല്ലാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണം. അല്ലാഹ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് സംഭാഷണം അവസാനിപ്പിച്ചു. സദസ്സിലുള്ളവർ ഒരു നിമിഷം ഞെട്ടിപ്പോയ അവസ്ഥയാണ്. റബ്ബേ അല്ലാഹ്, ഞങ്ങൾ ആർക്ക് വേണ്ടി എടുത്തു വെച്ച സ്വർണങ്ങൾ, സ്വത്തുക്കൾ, ഇതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ മുമ്പിൽ കൈനീട്ടവർക്ക് വേണ്ടി കൊടുക്കാഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മലക്കായിരിക്കും. അള്ളാഹു പറഞ്ഞതയച്ചതായിരിക്കും നമ്മളെ മുമ്പിലേക്കൊരു മലക്കിനെ, അല്ലേ? ശരിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ഇപ്പോഴത്തെ ആളുകളെ വിശ്വസിക്കാൻ പറ്റാത്തവരുണ്ട് കേട്ടോ. പല രീതിയിൽ വേഷം മാറി വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും പേടിയാണ്. എന്തായാലും ഹൈറായ രീതിയിൽ നമുക്ക് സ്വതക്ക നൽകുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പുറപ്പെടുന്നു. എല്ലാവരുടെയും മനസ്സിൽ പല പല ചിന്തകൾ. എല്ലാവർക്കും സ്വതക്ക നൽകണം എന്നുള്ള ചിന്തയായി മനസ്സിൽ. എല്ലാവരുടെയും ബാങ്ക് ബാലൻസ്, വീട്ടിലുള്ള ഗോൾഡുകൾ എല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനുള്ളിൽ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയം ഐഷുമ വിചാരിച്ചു, റബ്ബേ, അന്ന് 3 കോടിയോളം വരുന്ന എൻ്റെ ഗോൾഡ്, റഹ്മാനെ, അത് വീട്ടിൽ വെക്കാത്തത് നന്നായി. ഇത്രയും കാലം വീട്ടിലായിരുന്നു. അത് പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഞാനത് തങ്ങളുടെ കയ്യിൽ, മൊഹ്സിൻ തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത് നന്നായി റഹ്മാനെ. ഷാമോനെ, ഉമ്മ, മോനെ, പൊന്നു മോനെ, അത് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിക്കണേ. എന്തിനു നന്ന്? മുഹ്സിൻ തങ്ങൾക്ക് ഞാൻ പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടി കൊടുത്തല്ലോ മോനെ. ഉമ്മ, ശരിയാണ്, അതൊക്കെ കൊടുത്തത് നന്നായി. എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ പള്ളിയുടെ അവിടെ എത്തിയപ്പോഴാണ് ഷാമോനെ തോർത്തത്. ഉമ്മ, ഇനി ഉസ്താദിനെയും കൊണ്ട് അങ്ങ് പോവാല്ലേ? മോനെ, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം നമ്മൾ ഉസ്താദിന് മുന്നിൽ ഇരിക്കാലോ. അപ്പോൾ തന്നെ ഷമ്മാസ് വിളിക്കുന്നു ഉസ്താദിന്. ഹലോ ഉസ്താദേ, ഫുഡ് കഴിക്കാൻ പോയാലോ? പൊന്നു മോനെ, ഇന്ന് ആരൊക്കെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതുകൊണ്ട് ആയിക്കോട്ടെ, എന്നാൽ ശരി, ഷാമും വരണം ഒന്ന് ഇങ്ങോട്ട്. ഇവിടെയുള്ള സംഘാടക പ്രവർത്തകരോടൊക്കെ ഞാനിവിടെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിച്ചവരല്ലേ. അപ്പോൾ പിന്നെ ഷാമും വരിട്ടോ. അപ്പോൾ തന്നെ ഷാമോൻ പറഞ്ഞു, ഞാൻ ഉമ്മയെ കൊണ്ടാക്കി വരാട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോയി ഉമ്മയെയും ജമീല താത്തയെയും ഇറക്കി ഷാമോൻ തിരിച്ചു വന്നു. പല ടൈപ്സിലുള്ള ഫുഡ് ഐറ്റംസ് അവിടെ റെഡിയായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഫുഡ് കഴിച്ചു. എന്നാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഷമ്മാസിനോട് പറഞ്ഞു, ഉസ്താദ്, ഷാമോനെ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകണം, അവർ കഴിക്കട്ടെ. അല്ല ഉസ്താദ്, അത് അല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഷമ്മാസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഉമ്മ, മോനെ, ഉസ്താദ് കൊടുത്തയച്ച സ്പെഷ്യൽ ഫുഡാണ്, നിങ്ങളോട് എല്ലാവരോടും ഇത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നുസൈബയുടെ 40ൻ്റെ തലേ ദിവസം, നുസൈബയുടെ കുഞ്ഞിൻ്റെ 40ൻ്റെ തലേ ദിവസമാണ് ഇന്ന്. നാളെ നുസൈബയും പൊന്നുമോളും അവളുടെ വീട്ടിലേക്ക് പുറപ്പെടും. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം അതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ടു. നുസൈബയില്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല.
പ്രസവിച്ചിട്ട് പോലും അവൾ എൻ്റെ കൂടെയായിരുന്നു. അല്ലാ, ഒരു നിമിഷം ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്ത് തെറ്റുകുറ്റങ്ങളുടെ പൊറുക്കണം കേട്ടോ. ഇൻഷാ അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.